അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു വണ്ടിയുടെ ഹോണടി കേട്ടുകൊണ്ടാണ് സുൽഫത്തുമ്മ പുറത്തേക്ക് വന്നത്. പഠിച്ച റബ്ബേ, ആരാണാവോ? എൻ്റെ പൊന്നു മോനെ അവർ കൊണ്ടുപോയിട്ട് ഒരു വിവരവുമില്ല. വലിയൊരു വാഹനമാണ് അവരുടെ വീടിന് മുമ്പിൽ വന്നു നിന്നിട്ടുള്ളത്. ഒരു നിമിഷം സുൽഫത്തുമ്മ ശരിക്കും നോക്കി. അല്ലാ, ആരാണാവോ? അപ്പോഴതാ അതിൽ നിന്നൊരാൾ വന്ന് ഗേറ്റ് തുറക്കുന്നു. ഗേറ്റ് തുറന്ന് ആ വാഹനം അതാ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു. പടച്ച റബ്ബേ, ഇനി എന്തൊക്കെയാണാവോ? പെട്ടെന്ന് ആ ഒരു വാഹനത്തിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ അതാ ഇറങ്ങുന്നു. അത് കണ്ടതും ആ ഉമ്മ ഞെട്ടിപ്പോയി. തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ അതാ തൻ്റെ നാഫിമോനും ഇറങ്ങി വരുന്നു. നാഫിമോൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. പടച്ച റബ്ബേ, എൻ്റെ കുട്ടി തിരിച്ചു വന്നോ? മോനെ, നൂർമോളെ, മോളെ വന്നു നോക്ക്, ആരാ വന്നതെന്ന്. നൂർ ഫാത്തിമക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. മനാഫെങ്ങാനും വരുമോ എന്ന് കരുതിയിട്ട് അവൾ അള്ളാഹുവിനോട് അപ്പോഴും ദുആ ചെയ്തു. ആ ഓഫീസർ അതാ വന്ന് ഉമ്മയോട് സലാം പറയുന്നു. ക്ഷമിക്കണം, സോറി, നിങ്ങളുടെ മകനെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതിൽ നിങ്ങൾ ക്ഷമിക്കണം. അത് എന്തൊക്കെ തന്നെയായാലും ഈ രീതിയിലുള്ള ഓരോ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കൊണ്ടുപോകാൻ നിർബന്ധമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ കടമ അതൊന്ന് ചെക്ക് ചെയ്യുക എന്നാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ മകനെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിച്ചതിൽ ഞങ്ങൾ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളോട്. ഒരിക്കലും ഞങ്ങൾ ചെയ്യാൻ പാടില്ല, പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ മോനിതാ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടെ സുരക്ഷിതമായി എത്തിച്ചിരിക്കുന്നു. നിങ്ങളുടെ മോന് നിരപരാധിയാണ് എന്നത് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ആ ഓഫീസർ പറയുന്നതൊന്നും ഉമ്മ ചെവി കൊള്ളുന്നേയില്ല. തൻ്റെ പൊന്നു മോനെ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കരയുകയാണ്. മോനെ, എൻ്റെ പൊന്നു മോനെ, എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഹേയ്, ഇല്ലുമ്മ, എന്ത് പറ്റാൻ? നമ്മൾ തെറ്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് ഭയമുള്ളൂ. എനിക്ക് ഒട്ടും ഭയമില്ലായിരുന്നു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ. അള്ളാഹു ഉണ്ടല്ലോ ഉമ്മ നമ്മുടെ കൂടെ. നമ്മൾ തെറ്റ് ചെയ്ത് നമ്മൾ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ തെറ്റ് ചെയ്തില്ലെങ്കിൽ അതൊക്കെ പടച്ച റബ്ബുണ്ടല്ലോ. ഉമ്മ എന്തിനാ വിഷമിക്കുക? എൻ്റെ ഉമ്മയുടെ കൈകളുണ്ടല്ലോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. പിന്നെന്താ ഉമ്മ? നാഫി ഉസ്താദ് ചിരിച്ചുകൊണ്ട് തന്നെയാണ്. നൂർ ഫാത്തിമ ആകെ ഭയന്നിരിക്കുകയാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങുന്നേയില്ല. അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പക്ഷേ വന്നത് മനാഫാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. മോനെ, നൂർമോള് അറിഞ്ഞിട്ടില്ല സംഭവം. അതായത് ഇനി മറ്റോനെങ്ങാനും വരുമോ എന്തേലും വിചാരിച്ചിട്ട് പേടിച്ചിട്ടായിരിക്കും. മോനെ, എൻ്റെ മോൻ ചെല്ല് അവളുടെ അടുക്കിലേക്ക്. പാവാണ്, ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഉസ്താദ് നേരെ അതാ നൂർ ഫാത്തിമയുടെ ബെഡ്റൂമിലേക്ക് കയറുന്നു. ആ വാതിൽ അവൾ പതുക്കെ ചാരിയിരുന്നു. ആ വാതിൽ പതുക്കെ തുറന്നുകൊണ്ട് ഉസ്താദ്, നൂർമോളെ, അസ്സലാമു അലൈക്കും. ആ ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിത്തെറിച്ചു പോയി. പഠിച്ച റബ്ബേ, എൻ്റെ നാഫിക്കയോ? വഅലൈക്കും അസ്സലാം. അല്ലാ, അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ. നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ നേരെ നാഫിക്കയുടെ അടുക്കലേക്ക് ഓടി ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നാഫിക്ക, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ? ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു പഠിച്ച റബ്ബിനോട്. എനിക്ക് സമാധാനമില്ലായിരുന്നു. നൂർമോളെ, നീ അങ്ങനെ വിഷമിച്ചാലോ? പടച്ച റബ്ബുണ്ടല്ലോ നമ്മുടെ കൂടെ. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ദുഃഖിതനായിട്ട് ഇറങ്ങിയിട്ടില്ല. എനിക്കറിയാമായിരുന്നു അത് ജസ്റ്റ് ഒന്ന് അവർ നോക്കാൻ കൊണ്ടുപോയിരിക്കും എന്നൊക്കെ. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ആ കേസൊക്കെ തെളിയിക്കണ്ടേ? അതിനൊക്കെ വേണ്ടിയിട്ടേ അത് നിർബന്ധമായിരിക്കും. പിന്നെ പോലീസ് ഓഫീസർ അവിടെ പുറത്ത് തന്നെയുണ്ട്. ഉമ്മയോട് സോറി പറയാണ് നമ്മളെ ബുദ്ധിമുട്ടിച്ചതിലൊക്കെ. പിന്നെ പോയത് പോലീസ് ജീപ്പിലാണെങ്കിലും ഞാൻ വന്നതേ നല്ല ഗെറ്റപ്പ് വണ്ടിയിലാട്ടോ. സാധാരണ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നവരെ ക്രിമിനൽസിനൊക്കെയാണല്ലോ അങ്ങനെ കൊണ്ടുപോകാറുള്ളത്. പക്ഷേ അതെ, അവർക്കറിയില്ലല്ലോ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇക്ക, എനിക്ക് സമാധാനമായി, അൽഹംദുലില്ലാഹ്. നാഫിക്ക, ഇനി എന്നെ വിട്ട് പോവരുത് കേട്ടോ എങ്ങോട്ടും. നിന്നെ വിട്ട് ഞാൻ പോയിട്ടില്ലല്ലോ. നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴല്ലേ അവർ വന്നത്. സമാധാനമായില്ലേ നിനക്ക്? കണ്ടില്ലേ, ഒന്നും പറ്റിയിട്ടില്ല. അതാ ആ അത്തറിൻ്റെ സ്മെല്ല് പോലും പോയിട്ടില്ല എൻ്റെ ശരീരത്തിൽ നിന്ന്. ഞാൻ അത്രക്കും
നല്ല മാന്യമായിട്ട് തന്നെയാണ് അവരെന്നോട് സംസാരിച്ചത്. പക്ഷെ ഒന്ന് രണ്ട് ആളുകളുണ്ട് ഒന്ന് കുത്തി പറയുന്ന ടീംസ്, പക്ഷെ അതൊന്നും എനിക്ക് വിഷയമായിരിക്കില്ല. പക്ഷെ അവരൊന്നും പറയാൻ സമ്മതിച്ചിട്ടില്ല. നല്ല പോലീസുകാരായിരുന്നു കേട്ടൊക്കെ. നല്ല എന്തൊരു സ്വഭാവത്തിനുടമാണോ. അവർ നിരപരാധി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അതവർക്ക് നിർബന്ധമാണ് ആ തെറ്റ് പറയിപ്പിക്കലൊക്കെ. പക്ഷേ എല്ലാം പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. ഉസ്താദിനെ കിട്ടിയ സന്തോഷത്തിൽ നൂർ ഫാത്തിമ തേങ്ങി കരയുകയാണ്. എന്തെന്നറിയില്ല, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. പഠിച്ച റബ്ബേ, എനിക്ക് നീ എൻ്റെ ഉസ്താദിനെ തിരിച്ചു തന്നല്ലോ, അൽഹംദുലില്ലാ. പഠിച്ചോനെ, നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയുന്നില്ല. നീ ഇത്രക്കും കാരുണ്യവാനാണ് റഹ്മാനെ. എന്ത് ചോദിച്ചാലും ഉത്തരം തരുന്നവനാണ് നീ. പഠിച്ച റബ്ബേ, നീ രക്ഷപ്പെടുത്തിയല്ലോ യാതൊരു കുഴപ്പമില്ലാതെ. അവൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. നൂർ ഫാത്തിമയെ അവളുടെ ഹസ്ബൻഡ് ഉസ്താദത പുറത്ത് തട്ടി സമാധാനിപ്പിക്കുന്നു. ഹേയ്, സാരല്ല പെണ്ണേ, നിൻ്റെ ഇക്കാക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇവിടെ സുരക്ഷിതമായി ഞാനിവിടെ എത്തിയിട്ടുണ്ടല്ലോ. നീ കരയരുത് കേട്ടോ. നീ ഇങ്ങനെ കരഞ്ഞാലേ നമ്മളെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ നമ്മൾക്കിടയിൽ. എൻ്റെ ഉമ്മച്ചി എന്തെന്നാ ഇങ്ങനെ കരയുന്നേ എന്ന് ആ കുട്ടി ചോദിക്കും. അത് വിഷമിക്കൂലേ? അത് കേട്ട് നൂർ ഫാത്തിമ അവളുടെ ആ ഒരു നിറഞ്ഞ് തുളുമ്പിയ ആ കണ്ണുകൾ ചിരിക്കുന്നു, ആ കവിളുകൾ വിടരുന്നു. അവൾ ഉസ്താദ് പറഞ്ഞ ആ കാര്യം കേട്ട് സത്യം പറഞ്ഞാൽ അവളുടെ വയറിൽ അവൾ മെല്ലെ ഒന്ന് തൊട്ടു നോക്കി. ഉസ്താദും, മോളെ, നീ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെടല്ലേ, നമ്മുടെ കുഞ്ഞു വാവ വിഷമിക്കൂലേ ഇങ്ങനെയൊക്കെ ആയാൽ? ഞാൻ രക്ഷപ്പെട്ടല്ലോ, പിന്നെ എന്തിനാ? ഇല്ല നാഫിക്ക, ഞാൻ കരയല്ല, പക്ഷേ എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വരികയാണ്. അതാണ് നാഫിക്ക, നിങ്ങൾ തിരിച്ച് കിട്ടിയ സന്തോഷം കൊണ്ട്. ഇൻഷാ അല്ലാ, എന്നാലേ ഞാൻ ഇപ്പോൾ വരാം. അത് അവിടെ ഉമ്മ എന്നെ കൊണ്ട് പറഞ്ഞു വിട്ടതാണ്. ഞാനേ അവിടെ ഓഫീസർമാരുണ്ട്, അവരുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ കേട്ടോ. ആ മുഹമ്മദ് നാഫിർ, സുരക്ഷിതമായി വീട്ടിലെത്തിയല്ലോ അല്ലേ? പിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളോട് സോറി പറയാണ്. അതായത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. നാഫിർ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യങ്ങൾ അവിടുന്ന് കുറച്ച് ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ പക്ഷേ നിങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ ഇതിന് പിന്നിൽ ദുരൂഹതകളുണ്ട് നല്ല രീതിയിൽ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് ഓപ്പണായിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശരിയാണ്, നിരപരാധിയാണ് നിങ്ങൾ തെളിയിച്ചു. പക്ഷേ ഇതിന് പിന്നിൽ മറ്റാരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉമ്മ, നിങ്ങൾ മകനെ ഒന്ന് ഹെൽപ്പ് ചെയ്താലും മതി. എനിക്കൊന്നും അറിയില്ല. ഇവിടെ ഒരാളിങ്ങനെ വരും, പക്ഷേ ഞങ്ങൾ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പക്ഷെ അയാളങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നായാലും എന്ത് ഹെൽപ്പും വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. അല്ലാതെ എനിക്ക് ആ ഒരു വാക്ക് അതാ നൂർ ഫാത്തിമ അകത്ത് നിന്ന് കേൾക്കുന്നു. പാവം, ഉമ്മാക്കൊന്നും അറിയില്ല, സത്യങ്ങളൊന്നും ഉമ്മാക്കറിയില്ല. പെട്ടെന്ന് നൂർ ഫാത്തിമ തൻ്റെ ഹിജാബ് മുറുക്കിക്കെട്ടി അവളതാ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് ഇവൻ്റെ ഭാര്യയാണ്. ആഹാ, ആണല്ലേ മേഡം, നിങ്ങൾക്കെന്തെങ്കിലും? സർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഒരു നിമിഷം അത് ഉമ്മയും ഉസ്താദും അവളുടെ മുഖത്തേക്ക് നോക്കുന്നു. ഹിജാബൊക്കെ അണിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ വന്നിട്ടുള്ളത്. അവളുടെ കണ്ണുകൾ മാത്രമാണ് കാണുന്നത്. മേഡം പറയൂ. അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്ന ഈ ഒരു സിറ്റുവേഷന്. അതായത് എന്തൊക്കെയോ രീതിയിൽ, പല രീതിയിലും ഞങ്ങളെ അപകടപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് എൻ്റെ ഭർത്താവായ നാഫി ഉസ്താദിനും ഉമ്മാക്കും കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ മേഡത്തിന് എനിക്ക് എല്ലാം അറിയാം ഏറെക്കുറെ. ഇനി വല്ല രഹസ്യങ്ങളും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സർ, ഞങ്ങൾ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുവാൻ വേണ്ടി തയ്യാറാവണം. പക്ഷേ അത് ഇപ്പോൾ വേണമെന്നില്ല, പിന്നീടായാലും മതി. നൂർ ഫാത്തിമ വളരെയധികം നല്ല രീതിയിലാണ് ആ സാറുമാരോട് സംസാരിച്ചത്. ശരിക്കും ഉമ്മയും നാഫി ഉസ്താദും അത്ഭുതപ്പെട്ടു അവളുടെ ആ പക്വതയേറിയ ആ ഒരു സംസാരം കേട്ടപ്പോൾ.
മേഡം, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ തുറന്നു പറയണം. ഒന്നും ഉള്ളിൽ വെച്ച് നിൽക്കാൻ പാടില്ല. വലിയൊരു കേസിലാണ് നിങ്ങളുടെ ഭർത്താവിനെ കുടുക്കിയിരുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല. വലിയൊരു ശക്തി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം അത്രക്കും കോടികളുടെ മൂല്യങ്ങൾ വരുന്ന സംഭവമാണ് ലഗേജിൽ സെറ്റാക്കി ഇവരുടെ പേരിൽ കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ഇവരുടെ ഒരു കൈപ്പടയോ അല്ലെങ്കിൽ ഒന്നും അതിൽ ഇല്ല തെളിവുകളായിട്ട്. അതൊക്കെ മറ്റാളുടേത് ആണ്. പക്ഷേ അഡ്രസ്സ് അതൊക്കെയാണ്, അതൊരുമിച്ച് തന്നെയാണ്. നിങ്ങളുടെ ലഗേജിൻ്റെ അതേ അഡ്രസ്സ് തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. അത് എവിടെയാണ്, കരിപ്പൂരിലാണോ അതോ സൗദി അറേബ്യയിൽ നിന്ന് കയറ്റി വിട്ട അവിടെ നിന്നാണോ, അതൊന്നും ശരിക്കും വ്യക്തമായിട്ടില്ല. എവിടെ നിന്നാണ് ചതി നടന്നിട്ടുള്ളത് എന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, എയർപോർട്ടിലായാലും എന്തൊരു ബിസിനസ് എന്തൊക്കെ തന്നെയായാലും അതിലുണ്ട് ജോലിക്കാരായ ഒരുപാട് ആളുകൾ. അത് അവർക്കതിനൊരു കമ്മീഷൻ കിട്ടും എന്ന് കരുതിയിട്ട് അവർ എന്തൊരു പണിയും ഏറ്റെടുക്കാൻ തയ്യാറാകും. ഒരുപാട് സ്വർണ്ണ കള്ളക്കടത്തുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതിൽ പലതും അങ്ങനെ രഹസ്യമായി പോകും. ചിലത് മാത്രം പിടിക്കപ്പെടും. അതെന്തിനാ? അത് മറ്റൊന്നിനുമല്ല. അത് പിടിക്കപ്പെടുന്നത് അതൊരു ജസ്റ്റ് ഇങ്ങനെ ഇടയിലിങ്ങനെ ഓരോ ആളുകൾ വരുന്നുണ്ടെന്നറിയാൻ വേണ്ടിയിട്ട്. അതൊരു പേരിന് മാത്രം. പക്ഷേ അതിനേക്കാളും മറവിൽ എത്രയോ കോടികളെ കടത്തുന്നുണ്ട്. അതിലവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ഒരു പങ്കുണ്ടാവും. അത് അവർക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗം വീതിച്ച് കിട്ടിയാൽ അവരൊക്കെ ആ ഒരു കേസ് അങ്ങ് സോൾവ് ചെയ്ത് ഇല്ലാതാക്കും. അങ്ങനെയുമുണ്ട് ചരിത്രങ്ങൾ, കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. പല രീതികളിലാണ് ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതിൽ നിങ്ങളോടും ക്ഷമ ചോദിക്കുന്നു. കാരണം വീട്ടിൽ പോലീസ് വന്ന് ഒരാളെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞാൽ അത്രക്കും ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ അല്ലേ? അത് എന്തായാലും സ്പെഷ്യലായിട്ട് ഞങ്ങൾ സോറി പറയണം. പിന്നെ നിങ്ങൾക്ക് കുറ്റവാളിയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയപരമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വിശദീകരിച്ച് തരണം. ഒരു പക്ഷേ ഞങ്ങളോട് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളത് എഴുതി തരിക, അല്ലെങ്കിൽ മറ്റൊരു ലേഡി പോലീസിനെ ഞങ്ങൾ ഇങ്ങോട്ട് വരാം, അവരോട് എല്ലാം നിങ്ങൾ തുറന്ന് പറയുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ? കാരണം ഞങ്ങൾ ആണുങ്ങളായ സ്ഥിതിക്ക് ഒരു സ്ത്രീയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതെ സാറേ, ഓൾക്കാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയാണ്. അത് പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്. ആ ഒരു പോലീസ് ഓഫീസർ അവർക്ക് കൺഗ്രാജ് പറഞ്ഞു. ഉസ്താദ് അത് കേട്ട് ചിരിച്ചു. അപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കാൻ ഇരിക്കും സാറന്മാരെ, നിങ്ങൾ ഇതുവരെ വന്നിട്ട് നിങ്ങൾക്കൊരു ചായ പോലും. ഹേയ് വേണ്ടുമ്മ, നിങ്ങളുടെ ഒരു സ്നേഹം തന്നെ മതിയല്ലോ. അപ്പോഴേക്കും ഇതാ ഉമ്മ ചായ ഉണ്ടാക്കാൻ പോയി. അവർക്കുള്ള ചായയും എല്ലാം കൊണ്ടുവന്ന് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. കുടിക്ക് സാറേ. സത്യം പറഞ്ഞാൽ നാഫി ഉസ്താദിനൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായത്. കാരണം പോലീസ് ഓഫീസർമാർ, അതും വലിയ ഓഫീസർമാർ വന്നിട്ട് എന്നെ വീട്ടിൽ സുരക്ഷിതമായി കൊണ്ടുവന്നാക്കി തരികയും ഇവിടെ നിന്ന് ചായ കുടിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ കാക്കിക്കുള്ളിലെ ആ നന്മ മരങ്ങൾ അത് ഇവർ തന്നെയായിരിക്കും. അത്രക്കും നല്ല സ്വഭാവമാണ് ഇവർക്ക്. അല്ലെങ്കിൽ വെറുതെ ആരെയും ഉപദ്രവിക്കില്ലല്ലോ. നാഫി ഉസ്താദ് പറഞ്ഞു, സർ നിങ്ങൾ എന്തായാലും എന്നോട് ചെയ്ത ഈ ഒരു ഉപകാരത്തിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ നിരപരാധികളാണ് എന്നുള്ളത് തിരിച്ചറിയാത്ത പലരും ഉണ്ടാകും. ഹേയ് നാഫിൾ, എന്തിന്? നമ്മൾ തെറ്റ് ചെയ്തെങ്കിലേ ശിക്ഷിക്കുള്ളൂ, വെറുതെ ആരെയും ശിക്ഷിക്കില്ല. പിന്നെ പല കൈക്കൂലി കൊടുത്തിട്ടും അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ടാവും. പക്ഷേ നമ്മളതിന് കിട്ടില്ല. നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരാണ്. വെറുതെ ഒരാളെയും നമ്മൾ ഉപദ്രവിക്കില്ല. നിങ്ങൾ ഭയക്കണ്ട, നിങ്ങളുടെ പേരിൽ ഒരു കേസും വരില്ല. എങ്ങനെ? അതിനുള്ള ഒരു സംഭവമില്ല, ഒരു തെളിവുമില്ല. അതൊക്കെ കെട്ടിച്ചമച്ച് എന്തൊക്കെയോ ഒരു പ്ലാനിങ് ആണ്. പക്ഷേ വെറുതെ വിടരുത്, അവരെ വിടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എല്ലാം പറഞ്ഞ് തരണം. വൈകാതെ കണ്ടുപിടിക്കും ആരൊക്കെ തന്നെയാലും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവനും നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് വേണ്ടത്. കാരണം അത്രക്കും വലിയൊരു കെണിയാണ് ഒരുക്കിയിരുന്നത്. നിങ്ങൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേറെ വല്ലവരുടെയും കയ്യിൽ പെട്ടിക്കണമെങ്കിൽ പിന്നെ പുറം ലോകം കാണില്ലായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് എനിക്കാണ് ഈ ഒരു ഡ്യൂട്ടി ചാർജ് ഏറ്റെടുക്കാൻ വേണ്ടി തോന്നിയത്.
കാരണം അത്രക്കും വലിയൊരു കേസായതുകൊണ്ടാണ് ഞാനിത്. അത്രക്കും വലിയ കേസ് എനിക്ക് വരുള്ളൂ. ചെറിയ രീതിയിലുള്ളൊന്നല്ലല്ലോ ഇത്, പക്ഷെ അത്രക്കും വലിയൊരു കേസാണ്. അത്രക്കും കോടികൾ വില പിടിപ്പുള്ള, അത്രക്കും വിലമതിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എയർപോർട്ട് വഴി കയറ്റി വിടുക കേരളത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയൊരു കേസല്ല ഒരിക്കലും. അതിൻ്റെ പിന്നിൽ വൻ ശക്തികൾ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നിരപരാധിയായ നിങ്ങളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നതിൽ നിങ്ങൾ പൊറുക്കണം സാർ. അത് സാരല്ല, നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ലേ. സാർ ചായ ഒഴിച്ചു കൊടുക്കുകയും. ഹേയ് മതി, നോ താങ്ക്സ്. സന്തോഷമായി. ഉമ്മ, എന്താണ് ബീവിയുടെ പേരെന്താണ് നിങ്ങളുടെ? നൂർ ഫാത്തിമ. ഓഹ്, നൈസ് നെയിം. നൂർ ഫാത്തിമ നാഫിൾ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയാസം, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്റ്റ് നമ്പർ വെച്ചോളൂ. വേറെ ആരെയും വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ തന്നെ മതി. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ നൂർ ഫാത്തിമ, നിങ്ങൾക്ക് പറയാനുള്ള മൊഴികളും കാര്യങ്ങളും അതെല്ലാം നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി തരിക, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ലേഡി സ്റ്റാറിനെ അങ്ങോട്ട് വിടാം. ആ പോലീസ് വന്നിട്ട് നിങ്ങൾ അവരോട് എങ്ങനെ വെച്ചാൽ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാം. എന്നാൽ ശരി നാഫിൾ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ നാഫിൾ ഉസ്താദിൻ്റെ പുറത്ത് 2 തട്ടും കൊടുത്ത് അതാ ഇറങ്ങുന്നു. സത്യം പറഞ്ഞാൽ നാഫിൾ ഉസ്താദിൻ്റെ ആ ഒരു വീട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായി മാറി. എന്തെന്നറിയില്ല, ആ ഒരു പോലീസുകാരുടെ ഒരു സ്വഭാവവും പെരുമാറ്റവും എല്ലാം കണ്ട് സത്യം പറഞ്ഞാൽ ഉമ്മക്കും വളരെയധികം സന്തോഷമായിരുന്നു. ആ സമയത്ത് ഉപ്പ അവിടെ ഇല്ലായിരുന്നു. സ്റ്റേഷനിലേക്ക് തൻ്റെ കൂട്ടുകാരനെയും കൂട്ടി ഒന്ന് പോകുവാൻ വേണ്ടി പോയതായിരുന്നു. വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് മാറിയിട്ട് സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോഴേക്കും ഉപ്പയുടെ ഫ്രണ്ടും എത്തും എന്ന് കരുതിയാണ് ഉപ്പ വരുന്നത്. ഉപ്പയുടെ മുഖത്തിൽ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. സുൽഫത്തെ, ഉപ്പ വിളിച്ചു. ആ ഇക്ക, നമ്മളെ മോൻ വന്നല്ലോ. മോൻ വരേ? പഠിച്ച റബ്ബേ, അൽഹംദുലില്ലാ. എവിടെ എൻ്റെ മോന്? മോൻ ബെഡ്റൂമിലാണ്. നാഫി മോനെ, ഉദാ ഉപ്പ വന്നിരിക്കുന്നു. അല്ലാ, ആ ഉപ്പ സന്തോഷം കൊണ്ട് നെഞ്ചത്ത് കൈവച്ച് അവിടെ ഇരുന്നു. ഇക്ക വന്നല്ലോ, സന്തോഷമല്ലേ വേണ്ടത്, നിങ്ങളെന്ത് വിഷമിച്ചത്? ഉപ്പ എന്ന് പറഞ്ഞതാ നാഫി ഉസ്താദ് ഉപ്പയുടെ അടുക്കിലേക്ക് വരുന്നു. ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മോനെ, എൻ്റെ മോനെ രക്ഷപ്പെട്ടുല്ലേ ഉപ്പ. ഉപ്പയുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ മോൻ രക്ഷപ്പെടാതിരിക്കുമോ? എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ? ഉപ്പ തെറ്റിദ്ധാരണയുടെ പേരിലാണ്. സാരില്ല, പടച്ച റബ്ബ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ. എൻ്റെ കുട്ടീനെ വല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉപ്പ നാഫി ഉസ്താദിൻ്റെ മുഖവും കൈകാലുകളും എല്ലാം തൊട്ട് നോക്കുന്നു. ഹേയ് ഇല്ലപ്പോൾ ഒന്നും എന്നെ ചെയ്തിട്ടില്ല. മാന്യമായിരുന്ന് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റു രീതിയിൽ അവർ എന്നോട് പെരുമാറിയിട്ടില്ല ഉപ്പ. മോനെ അൽഹംദുലില്ലാ, എനിക്ക് സമാധാനമില്ലായിരുന്നു. ഞാൻ അനീഫാക്കാനെ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു എൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. ഉപ്പ അതിനൊന്നും ഇട വന്നില്ലല്ലോ, അപ്പോഴേക്കും എന്നെ ഇങ്ങോട്ട് വിട്ടയച്ചല്ലോ. സാരല്ല. അവിടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു എല്ലാവരും അള്ളാഹുവിനെ സ്തുതിക്കുന്നു. മതി വരുവോളം നൂർ ഫാത്തിമ തൻ്റെ ഫോണെടുത്തു. നാഫിക്ക, ഞാൻ മമ്മയും പപ്പയും വിളിച്ചപ്പോൾ അവർ ചോദിച്ചു കാര്യങ്ങളൊക്കെ, ഞാനൊന്ന് പറയട്ടെ കേട്ടോ. നൂർ ഫാത്തിമ അതാ പപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എടി മേരി, മോളത് വിളിക്കുന്നു, എന്താണാവോ? ഹലോ മോളെ. പപ്പ, നാഫിക്ക എത്തിയിട്ടുണ്ട് കേട്ടോ, യാതൊരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെയാണ് ഓഫീസർമാർ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒന്ന് കൊണ്ടുപോയതാണ്. പിന്നെ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പപ്പ മമ്മയോടും പറഞ്ഞേക്കോ. എടി കുഴപ്പമൊന്നുമില്ലാന്ന്, നാഫി എത്തിയിട്ടുണ്ടത്രേ. ആണോ കർത്താവേ, ഓ എനിക്കിപ്പോഴാണ് സമാധാനമായത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഹേയ് ഇല്ലെന്ന് പറഞ്ഞു. മോളെ എന്നാൽ നീ അവനെന്തേ ഭക്ഷണം നീ കൊടുക്ക്, ഇപ്പോൾ എത്തിയിട്ടില്ലല്ലോ. സമാധാനമായി മോളെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴതാ നൂർ ഫാത്തിമയുടെ മമ്മയോട് പപ്പ പറയുന്നു, മേരി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവൻ രക്ഷപ്പെടുന്ന്, ഒരു കുഴപ്പവും അവനുണ്ടാവില്ല. അവൻ അത്തരക്കാരനല്ലടി, നല്ലൊരാളല്ലേ. അവരൊക്കെ അങ്ങനെ ചെയ്യുമോ? എന്താണ് ഇച്ചായ, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ഇച്ചായ, എനിക്കൊരു ഡൗട്ട്. അപ്പോൾ
നേരത്തെ അയാൾ വന്ന് പറഞ്ഞതൊക്കെ? അത് 10 വർഷം 20 വർഷം തടവിലിടും, മോളെ ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞത് ഇച്ചായ. അത് ആ അതൊക്കെ ഉണ്ടടി. മനുഷ്യന്മാരല്ലേ, ഞാൻ പറഞ്ഞില്ലേ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. എല്ലാം പുറത്ത് കൊണ്ടുവരണം, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. സത്യങ്ങളെല്ലാം പുറത്ത് വരും, അത് വൈകാതെ തന്നെ. ഈ നോക്കിക്കോ. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും വളരെയധികം സന്തോഷിച്ചു. തങ്ങളുടെ നിരപരാധിയായ മരുമകൻ സുരക്ഷിതനായി വീട്ടിലെത്തി എന്നറിഞ്ഞപ്പോൾ അവർക്ക് അവരെ ഒന്ന് കാണാൻ പോകണമെന്ന് തോന്നുകയാണ്. ഇച്ചായ, നമുക്കൊന്ന് പോയാലോ? കാണാൻ തോന്നുന്നുണ്ട്, മോളെയും കാണണം, എല്ലാവരെയും കാണണം. നമുക്കൊന്ന് കാണാൻ പോയാലോ? മേരി, നമുക്ക് പറ്റുമെങ്കിൽ നാളെ പോകാം, നാളെ പുലർച്ചെ തന്നെ കേട്ടോ, അതല്ലേ നല്ലത്? ആയിക്കോട്ടെ. ആ ദിവസം നാഫി ഉസ്താദ് പള്ളിയിലേക്കും മദ്രസയിലേക്കുമൊക്കെ എത്താത്തത് കൊണ്ട് തന്നെ എല്ലാവരും വിളിക്കുകയായിരുന്നു. പക്ഷേ ഒരിക്കലും പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യുമെന്നറിയാതെ ഉസ്താദ് ഒരു നിമിഷം അത് ചെറിയൊരു കേസിൻ്റെ ഭാഗമായിട്ട് പോയതാണ് എന്നങ്ങനെ പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു. പിന്നീടതാ അന്ന് വൈകുന്നേരം തന്നെ അവിടെ പള്ളിയിലുള്ളവരൊക്കെ ഉസ്താദിനെ തിരിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. എന്ത് പറ്റി നാഫി ഉസ്താദ്, നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങളുടെ ബാങ്ക് കേൾക്കായിട്ടേ അവിടെ ഒരു സുഖമില്ല കേട്ടോ. അന്ന് നിങ്ങൾ ഉംറക്ക് പോയപ്പോൾ തന്നെ 10-15 ദിവസം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബാങ്ക് കേട്ട് നമ്മുടെ ആ ഒരു നാടുണരുന്നത് അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അപ്പം നാളെ തന്നെ പോരൂലേ? അത് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ പോരുമോ? ആ പള്ളിയിലെ സെക്രട്ടറിമാരും പ്രസിഡൻറ്റുമാരും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങോട്ട്. അത്രക്കും ഇഷ്ടമാണ് നാഫി ഉസ്താദിനെ അവർക്ക്. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ ആ ബാങ്കും അതെല്ലാം ഏറ്റവും എല്ലാവർക്കും ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ നാഫി ഉസ്താദിനെ തിരഞ്ഞു വന്നിരിക്കുകയാണ്. അതിലൊരാൾ പറഞ്ഞു, ഉമ്മ, ഞങ്ങളെ മുത്താണ് ഞങ്ങൾ ഉസ്താദ് കേട്ടോ. ഒരു ദിവസം പോലും ലീവാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അതായത് നിങ്ങളെ മോൻ്റെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കും നല്ല പവർഫുള്ളായ, എന്താ പറയുക, ആരും കേട്ടിരുന്ന് പോകും. ആദ്യമൊന്നും ഞങ്ങൾ ബാങ്കിന് വല്ല ജവാബൊന്നും കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോഴേ നിങ്ങളെ മോൻ്റെ ബാങ്ക് ഇങ്ങനെ കേട്ടാലേ അതിങ്ങനെ ആസ്വദിച്ചിരുന്ന് പോവും. എൻ്റെ ഉമ്മ, നിങ്ങൾക്ക് ഇങ്ങനെയൊരു മോനെ പടച്ച റബ്ബ് തന്നില്ലേ, അള്ളാഹുവിനെ സ്തുതിക്കണം കേട്ടോ. എന്താണ് നിങ്ങളെ മോൻ്റെ ഒരു ബാങ്കിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ഒക്കെ ഒരു ഭംഗിയെന്നോ. സത്യം പറഞ്ഞാൽ ഞങ്ങളെ മഹലിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് നിങ്ങളെ മോനെ. പിന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു വൈഫിനെയും കൂട്ടി അവിടെ താമസിക്കാം, ഞങ്ങൾ വീട് സെറ്റാക്കി തരാം എന്നൊക്കെ. അപ്പോഴും നിങ്ങളെ മോനെന്താ പറഞ്ഞതെന്നോ, അത് വീട്ടിൽ ഉമ്മയൊപ്പം ഒറ്റക്കാണ്, അപ്പോൾ ഉമ്മാക്കും ഒരു കൂട്ട് അവളുണ്ടാകുമ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്തായാലും സംഭവമൊക്കെ നല്ല റാഹത്തിൽ അങ്ങനെ പോകുന്നുണ്ട് നമ്മളെ നാട്. അത് നിങ്ങളെ മോൻ്റെ ഒരു കഴിവ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളവിടെ കൊണ്ടുപോയാലും ഇപ്പം തന്നെ അത് നാളെ വന്നോളൂ മോന് കേട്ടോ. നാളെ ഇൻഷാ അല്ലാ സുബഹിക്ക് ഞങ്ങളെ മോന് വന്നോളൂ, അതല്ലേ നല്ലത്. ആ ഒരു ദിവസം നൂർ ഫാത്തിമയുടെ കൂടെ തന്നെ നാഫി ഉസ്താദിന് നിൽക്കണമെന്ന് ഉമ്മാക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവർക്കുള്ള ചായയും പലഹാരമെല്ലാം ഉമ്മ കൊടുത്തു. അവരെല്ലാം പിരിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം ശരിക്കും സങ്കടപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഇന്ന് മുഴുവനും. അപ്പോൾ ഈ ഒരു രാത്രി നാഫി ഉസ്താദും നൂർ ഫാത്തിമയും അവർക്കിടയിലുള്ള ആ ഒരു സന്തോഷം പങ്കുവെക്കണം, ദുഃഖമെല്ലാം മറക്കണം. അതുകൊണ്ട് തന്നെ ഉമ്മ നാഫി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. മോനെ, നീ ചെല്ല്, നീ ഇവിടെ ഇങ്ങനെ പുറത്തൊന്നും വന്ന് നിൽക്കല്ലേ കേട്ടോ, അവളുടെ അടുത്തേക്ക് ചെല്ല്, അവളെ നല്ല രീതിയിൽ സമാധാനിപ്പിക്ക്, സാന്ത്വനിപ്പിക്ക്. എൻ്റെ പൊന്നു മോനെ, നീ പോയതിനു ശേഷം കുറച്ച് നല്ല കരഞ്ഞു കൂട്ടിയിട്ടുള്ളത് സ്നേഹമുള്ള ഭാര്യടാ. അപ്പം തുടങ്ങിയ ഖുർആൻ പാരായണവും ദുആവുമാണ്. നിസ്കാരക്കുപ്പായം ഊരിയിട്ടില്ല. അത്രക്കും കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യായിരുന്നു നിനക്ക് വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു മോൻക്ക് ഉമ്മ കണ്ടുപിടിച്ച് തന്നതല്ലേ, അവളെ ഭാഗ്യമാണടാ കിട്ടിയത്, കഴിച്ചിലായി, അൽഹംദുലില്ലാ ഹംദൻ കസീറ. ചെല്ല്, എൻ്റെ മോന് പോയി അവളുടെ അടുത്ത് ചെല്ലുന്ന അവളെ സന്തോഷിപ്പിക്ക്. സന്തോഷത്തോടെ നാഫി ഉസ്താദ് നൂർ ഫാത്തിമയുടെ അടുക്കലെത്തി. നൂർ മോളെ വിഷമം എപ്പോഴും മാറിയില്ലേ? നാഫിക്ക, മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും മനസ്സിനുള്ളിലൊരു ഭയം. ഇനി എന്തിനാ ഭയക്കുന്നത്? നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഇതാ പോലീസ് ഓഫീസറുടെ നമ്പറാണിത്, അതും വലിയ രീതിയിലുള്ള. അപ്പോൾ ഒട്ടും പേടിക്കണ്ട, പടച്ചോനെ പേടിച്ചാൽ മതി, പടപ്പുകളെ ഇനി പേടിക്കണ്ട.
ഓക്കെ, ഇൻഷാ അല്ലാ. വാ, നമുക്ക് ആ പുറത്തുള്ള സിറ്റ് ഔട്ടിൽ പോയിരുന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിരിക്കാം. അങ്ങനെ അതാ നാഫി ഉസ്താദും നൂർ ഫാത്തിമയും മുകളിലെ റൂമിൻ്റെ ഭാഗത്തുള്ള സിറ്റ് ഔട്ടിലേക്ക് പോകുന്നു. നാഫിക്ക, ഈ തണുപ്പുള്ള രാത്രി എന്ത് ഭംഗിയാണല്ലേ കാണാൻ, നിലാവും ഉണ്ടല്ലേ. അതെ, ഞാൻ വിചാരിച്ചിരുന്നു ഈ രാത്രി എനിക്ക് ദുഃഖത്തിന് രാത്രി ആയിരിക്കുന്നു. എൻ്റെ നൂർ ഫാത്തിമ, നിനക്ക് ഞാനില്ലേ പൊന്നെ. നിലാവുള്ള രാത്രിയിൽ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ മട്ടുപ്പാവിലിരുന്നിങ്ങനെ അത് ആസ്വദിക്കുമ്പോഴേ അത് വല്ലാത്തൊരു രസമാണ് അല്ലേ. എൻ്റെ പെണ്ണിനെ വിട്ട് ഞാൻ പോവില്ല കേട്ടോ, എന്നും നിൻ്റെ കൂടെ ഉണ്ടാകും. കണ്ടില്ലേ, ഞാൻ രാത്രി ആയപ്പോഴേക്കും തിരിച്ചെത്തിയിരിക്കുന്നു നിൻ്റെ അടുക്കൽ അല്ലേ. നീ വിഷമിച്ചില്ലേ ഒരുപാട്? സാരല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല പല രീതിയിലും പരീക്ഷിക്കും. അതിലൊക്കെ നാം ക്ഷമിക്കണം. ക്ഷമിച്ചവർക്ക് വിജയമുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് തന്നെ നിരന്തരം ദുആ ചെയ്യുക. പടച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ശരിയല്ലേ? ഉസ്താദ് നൂർ ഫാത്തിമയുടെ വയറിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. അതെ, നമ്മളെ സംസാരമൊക്കെ നമ്മുടെ കുഞ്ഞ് ഒളിഞ്ഞിരുന്ന് കേൾക്കായിരിക്കുമല്ലേ. നാഫിക്ക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ല, എന്താണ് ഉമ്മ പറയുന്നത് ചിന്തിക്കുന്നത് അത് കുഞ്ഞറിയും. അതാണല്ലോ, ഇന്നെന്തായാലും എൻ്റെ പെണ്ണ് ഫുൾ ടൈം ഖുർആൻ പാരായണമായിരുന്നു അല്ലേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കലും നമ്മുടെ കുഞ്ഞ് വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ ഉമ്മച്ചിക്ക് എന്തോ വിഷമം അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ, എൻ്റെ ഉപ്പച്ചിക്ക് വേണ്ടിയാണ് ദ്വാ ചെയ്യുന്നത് എന്നൊക്കെ കുഞ്ഞ് വിചാരിക്കുന്നുണ്ടാവും. നാഫിക്ക, ഇന്ന് സത്യമായിട്ടും പടച്ച റബ്ബിനോട് ഞാനിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അള്ളാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യായിരുന്നു, എൻ്റെ നാഫിക്കാക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളത്. നിൻ്റെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചു. ഒന്നും സംഭവിക്കാതെ നല്ല സേഫ്റ്റി ആയിട്ട് ഞാനിവിടെ എത്തി. എന്നിട്ട് ഈ നിലാവുള്ള തണുപ്പുള്ള രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ ഇരുന്ന് ഞാനിതാ സംസാരിക്കുന്നു, കഥകൾ പറയുന്നു. പോരെ നാഫിക്ക? അൽഹംദുലില്ലാ ഹംദൻ കസീറ. പടച്ച റബ്ബ് എത്ര കാരുണ്യവാനാണല്ലേ. അതെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ പടച്ച റബ്ബ് നമുക്കെല്ലാം നൽകും, നമ്മൾ വിഷമിപ്പിക്കൂല. പിന്നെ ഇടയ്ക്ക് ചെറിയ രീതിയിലൊരു പരീക്ഷണം ഉണ്ടാവും, അതൊക്കെ നമ്മൾ തരണം ചെയ്യുക. പടച്ച റബ്ബിനോട് നമ്മൾ കാവലിനെ തേടുക. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.